അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചില അപകടങ്ങളുടെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്, മനസ്സിന് വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചില അപകട വാർത്തകളൊക്കെ. ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നടന്ന അപകടം, ഒരു കുടുംബത്തിലെ ചെറിയ 2 മക്കളടക്കം 4 പേര് മരണപ്പെട്ടു പോയിരിക്കുന്നു. അതുപോലെ മകളുടെ വിവാഹം, നിക്കാഹ്, എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു വെച്ച ഒരു പിതാവാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. ഓട്ടോ ഡ്രൈവറായ പ്രിയപ്പെട്ട സഹോദരൻ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോ അപകടങ്ങൾ നമ്മൾ കാണുമ്പോഴും ഓരോ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴും നമ്മൾ വിഷമിക്കുന്നുണ്ട്, നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ഇറക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, യാത്രയുടെ അല്ലെങ്കിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ചില വിധികളൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് എന്ന് സമാധാനം, നമുക്ക് അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് എന്ന് നമ്മൾ പറഞ്ഞ് സമാധാനപ്പെടുമ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവല് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദുആ ഇറക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമുമായി ബന്ധപ്പെട്ട നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളെ തൊട്ടും കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ യാത്ര തുടങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ എന്ന ദുആ ചെറിയൊരു ദുആയാണ്. ശേഷമുള്ള ആ ദുആയുടെ പൂർണ്ണതയിൽ എത്തുന്ന ഒരുപാട് സുന്ന ദുആകളും ദിക്റുകളും ഒക്കെ നമ്മൾ യാത്രയിൽ ചെല്ലുന്നുണ്ട്, ചെല്ലേണ്ടതായിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ എന്ന ദുആ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ചെല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം, ഈ ദുആയെ പറ്റി അറിയാം, പക്ഷേ ആ സമയത്ത് അത് ഓർത്ത് ചെല്ലാൻ ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ സുരക്ഷയായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ദുആ എല്ലാവരും ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം തന്നെ യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ, വീട്ടിലേക്കോ തിരിച്ചെത്തുന്നത് വരെ നിങ്ങൾക്ക് സംരക്ഷണമായിട്ട്, പ്രൊട്ടക്ഷനായിട്ട് 3 ആയത്തുൽ കുർസി നിങ്ങൾ യാത്രയിൽ ഓതുക. യാത്രയുടെ തുടക്കത്തിൽ, യാത്ര തുടങ്ങുമ്പോൾ 3 ആയത്തുൽ കുർസി നിങ്ങൾ ഓതാൻ ശ്രമിക്കണം. ഖുർആൻ ഓതാൻ കഴിയുന്ന സാഹചര്യം ഉള്ളപ്പോഴൊക്കെ ഈ ആയത്തുൽ കുർസി യാത്രയുടെ ഇടയിൽ നിങ്ങൾ ഓതാൻ നിർബന്ധമായിട്ടും നിങ്ങൾ ഓതാൻ ശ്രമിക്കണം. ആയത്തുൽ കുർസി എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആയത്തുൽ കുർസിയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു കാവലായിട്ട്, നമുക്കൊരു സേഫ്റ്റി ആയിട്ട്, നമ്മുടെ യാത്രയിലെ ഒരു സേഫ്റ്റി ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ പവിത്രമായ, ഈ പരിശുദ്ധമായ ഖുർആനിലെ പരിശുദ്ധമായ എല്ലായിടത്തും പറയപ്പെടുന്ന ആയത്തുൽ കുർസി. ഒരു 3 എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ എല്ലാ യാത്രയുടെ തുടക്കത്തിലും, നിങ്ങൾ എവിടെ യാത്ര പോയാലും ഒരു 3 ആയത്തുൽ കുർസി മറക്കാതെ നിങ്ങൾ ഓതണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അറിവ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ആരും യാത്ര ചെയ്യാതിരിക്കുന്നില്ല, എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. യാത്രയുടെ തുടക്കത്തിലുള്ള ദുആ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 3 ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ നിങ്ങൾ 3 ആയത്തുൽ കുർസി ഓതും എന്നുള്ള നിയ്യത്ത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.